പത്തനാപുരം പ്രിയദർശിനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മെറിറ്റ് ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൽകുന്ന ആദരവ് ഏറ്റുവാങ്ങുവാനാണ്. ഈ പരീക്ഷയിൽ SLC +2 പരീക്ഷയിലും IAS പരീക്ഷയിലും സിവിൽ സർവീസ് പരീക്ഷയിലും അഭിമാനകരമായ വിജയം കരസ്ഥമാക്കി നമ്മുടെ നാടിന്റെ മുത്തുകളായി മാറിയിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ ശ്രീ സാജു ഖാൻ പ്രിയദർശിനി ഫൗണ്ടേഷൻ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷന്റെ സാരഥികളെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഇത്രയും വലിയ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും പത്തനാപുരം നിയോജകമണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും ഇവിടെ അണിനിരത്തിയിരിക്കുന്ന ഈ വലിയ സദസ്സ് അത് തീർച്ചയായും സംഘാടന മികവ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നു, നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ശ്രീ സാജു ഖാന്റെ നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷൻ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പരിപാടി സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നത് ഇതിന്റെ വിജയം വർദ്ധിപ്പിക്കുക. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നേരത്തെ വാർഡ് അടിസ്ഥാനത്തിലും പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തിയ ഈ പരിപാടി അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഉപകാരങ്ങൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിനകത്ത് വരുന്ന മുഴുവൻ സ്കൂളുകളിലെയും ഹയർ സെക്കൻഡറി അതുപോലെ SLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾ, അവര് A+ വാങ്ങിയ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ വിദ്യാർത്ഥികളെയും അതുപോലെ മറ്റു വിദ്യാർത്ഥികളെയൊക്കെ ഇവിടെ അണിനിരത്തിയപ്പോൾ ഇത് കാണാനൊരു ചേല് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രോഗ്രാം ചെയർമാനുമായ അഡ്വക്കേറ്റ് M. സാജു ഖാൻ അധ്യക്ഷത വഹിച്ചു. പ്രിയമുള്ളവരെ, പ്രിയദർശിനി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും കഴിഞ്ഞ കാലങ്ങളായി തുടർച്ചയായി ഉന്നത വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പത്തനാപുരത്ത് മുഴുവൻ A+ നൽകുന്ന A+ വാങ്ങുന്ന കുട്ടികൾക്ക് ഒരു ആദരവ് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അതോടൊപ്പം ഓരോ വർഷവും നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. രണ്ടാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP തന്നെ ഈ വേദിയിൽ ഇതേ വേദിയിൽ വന്ന് 100 സ്ത്രീകൾക്ക്, സഹോദരിമാരായിട്ടുള്ള 100 സ്ത്രീകൾക്ക് തയ്യൽ മിഷൻ നൽകി നമ്മൾ സഹായിച്ചത്. നമ്മൾ ഓരോ പ്രവർത്തനവും നടത്തുന്നത് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള സ്വമനസുകളുടെയും നമ്മുടെ ഈ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഒക്കെ അധ്വാനത്തിന്റെ ഭാഗമായി കിട്ടുന്ന ഒരു സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മുന്നേറേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ പ്രാവശ്യം 1000 കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുണ്ടായ ഒരു ചേതോവികാരം, കുണ്ടയം വാർഡിൽ എല്ലാ വർഷവും പഠനോപകരണങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ പല കുട്ടികളുടെ മാതാപിതാക്കൾ, നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, പല കുട്ടികളുടെയും മാതാപിതാക്കൾ നമ്മളോട് ചോദിക്കും, മെമ്പറെ ഈ വർഷം പഠനോപകരണം കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കുറച്ചുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. കാരണം മഴയുടെ സമയമാണ്, ജോലിയില്ലാത്ത സമയമാണ്, വീട്ടിൽ വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. 4ഉം 5ഉം കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിൽ അവർക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ വലിയ സന്തോഷമാണ്. പക്ഷേ അവർക്ക് പുതിയ ഉടുപ്പുകളും ബാഗും ബുക്കുകളും ഒക്കെ വാങ്ങിക്കുന്നത് അവർക്ക് വലിയ ഒരു പ്രതിസന്ധിയായി മാറുന്നു. അവർ കടം വാങ്ങിക്കുവാനും പണയം വെക്കുവാനും പലിശക്കെടുക്കുവാനും ഒക്കെ പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ അവർക്ക് ഒരു കൈത്താങ്ങാകുന്നതിന് വേണ്ടി
നമ്മുടെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു വളരുവാൻ വേണ്ടി പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. KPCC അംഗം CR നജീബ്, DCC ജനറൽ സെക്രട്ടറി പള്ളിത്തോട്ടിൽ ഷിബു, ബാബു മാത്യു, ഷെയ്ഖ് പറ്റീദ് എന്നിവർ സംസാരിച്ചു. 10+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നയൻ വൺ മലയാളം ന്യൂസ്, പത്തനാപുരം.